ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വല്ലം ചൂണ്ടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്ലൈവുഡ് കമ്പനിയെ ചൊല്ലിയുള്ള വിവാദം ശക്തമാകുന്നു. കമ്പനി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാരോപിച്ച് ജനകീയ സമരസമിതി പ്രതിഷേധത്തിനൊരുങ്ങുമ്പോൾ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമെന്ന് കമ്പനി അധികൃതർ. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വല്ലം ചൂണ്ടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്ലൈവുഡ് കമ്പനിക്കെതിരെ ജനകീയ സമരസമിതി ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് കമ്പനി ഉടമ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കമ്പനിയുടെ അനധികൃത പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്ന സംശയം ജനകീയ സമരസമിതി ഭാരവാഹികൾ ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 16-ന് രാവിലെ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചിരുന്നു. എന്നാൽ കമ്പനിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സർക്കാർ അനുമതികളും നിയമാനുസൃത രേഖകളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ലൈസൻസ്, സർവേ നമ്പർ, ജനവാസ മേഖലയിൽ കമ്പനി പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളിൽ സമരസമിതി നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്ന് കമ്പനി അധികൃതർ ആരോപിച്ചു. ചില തൊഴിലാളി സംഘടനകൾ നോക്കുകൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തൊഴിൽ തർക്കമാണ് കമ്പനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയരാൻ കാരണമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. എന്റെ പേര് ബിസ്മി നിഷാദ് എന്നാണ്. ഞാൻ വല്ലത്ത് ആശീർവാദ് പ്ലൈവുഡ്സ് എന്ന സ്ഥാപനം നടത്തി വരികയാണ്. എന്റെ കമ്പനിയിൽ യൂണിയന്റെ പേരും പറഞ്ഞ് കുറച്ച് ആളുകള് കുറെ നാളുകളായിട്ട് എന്റെ സ്ഥാപനത്തിൽ വരുന്ന വാഹനങ്ങൾ തടയുകയും അവരെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും അതുപോലെ അവരെ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ നമ്മൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. നിരവധി പരാതികൾ ഇവരുടെ പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓഫീസുകളിലും ഞങ്ങളുടെ കമ്പനിയിലെ വ്യാജ പരാതികളാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പരാതികൾ കൊടുക്കും. ഞങ്ങൾക്ക് യാതൊരുവിധ ലൈസൻസുകളും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത്, അതുപോലെ തന്നെ പല ഓഫീസുകളിലും പോയി ഇവര് നമുക്കെതിരെ പരാതികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളെ പരിശോധിക്കാനായിട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു തൊഴിൽ തർക്കമാണ്, അതുകൊണ്ട് ഇവര് വ്യാജ പരാതികൾ തരുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ചുറ്റിലും പ്ലൈവുഡ് സ്ഥാപനങ്ങൾ, സോമില്ല്, അങ്ങനെയൊക്കെയുള്ള, അതുപോലെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതാണ്. ഇത് ഇവര് വ്യക്തിവൈരാഗ്യം എന്നാണെന്ന് എനിക്ക് പറയാനുള്ളത്, അല്ലാതെ മറ്റൊന്നുമായിട്ട് എനിക്ക് പറയാനില്ല. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.